ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ ഭാഗമായി നിരാഹാരം ഇരുന്ന ആശാപ്രവർത്തകയെ ആശുപത്രിയിലേക്ക് മാറ്റി. വട്ടിയൂർക്കാവ് UPHCയിലെ ആശാവർക്കർ ശോഭയെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവരുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായത്. മാർച്ച് 20 രാവിലെ 11 മുതലാണ് ആശാപ്രവർത്തകർ നിരാഹാര സമരം ആരംഭിച്ചത്. ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ബിന്ദു, തങ്കമണി, ഷീജ എന്നിവരാണ് അന്ന് നിരാഹാരമിരുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ ഷീജയുടെ ആരോഗ്യം മോശമായതിനെ തുടർന്നാണ് ശോഭ ഈ നിരാഹാര സമരം ഏറ്റെടുത്തത്. ശോഭയ്ക്ക് പകരം ഇപ്പോൾ മറ്റൊരു ആശാ വർക്കർ ആ സമരം ഏറ്റെടുത്തു. കുളത്തൂർ FSCയിലെ ആശാ വർക്കർ ശൈലജയാണ് നിരാഹാര സമരം ഏറ്റെടുത്തത്. അതേസമയം ബിന്ദു, തങ്കമണി എന്നിവർ 6ാം ദിവസവും നിരാഹാര സമരം തുടരുകയാണ്. എന്നാൽ ഈ നിമിഷം വരെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ആശാവർക്കർമാർ ഒരു കത്ത് പോലും നൽകിയിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. വലിയ തുകയാണ് ഇവർ ചോദിക്കുന്നതെന്നും അതെങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നും കൂടെ ശിവൻകുട്ടി ചോദിക്കുന്നു. നയപരമായ തീരുമാനവും സാമ്പത്തിക പ്രതിസന്ധിയും അതിന് കാരണമാണ്. കേന്ദ്രം കൂടി ഇടപെട്ട് ഒരു പരിഹാരം കാണണം. ആശമാർ തൊഴിൽ മന്ത്രിയായി തനിക്കൊരു കത്ത് പോലും നൽകിയിട്ടില്ല. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഒരിക്കൽ പോലും അവർ ആവശ്യപ്പെട്ടിട്ടുമില്ല. അപ്പോൾ തന്നെ ഈ സമരത്തിൻ്റെ പിന്നിലുള്ള ദുഷ്ടലാക്ക് മനസ്സിലാകുമെന്നും SUCയെ കൂട്ടുപിടിച്ചുള്ള ഒരു രാഷ്ട്രീയ സമരം മാത്രമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും ശിവൻകുട്ടി പറഞ്ഞു. ആശാ വർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും അവരുടെ വേതനം കൂട്ടാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നും കൂടെ ശിവൻകുട്ടി പറയുന്നു. 100 കുട നൽകി അഭിപ്രായം പറഞ്ഞു പോകാൻ ആർക്കും കഴിയും. എന്നാൽ ശമ്പളം കൂട്ടുന്നത് അതുപോലെ അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അംഗൻവാടി തൊഴിലാളികൾ, ആശാ തൊഴിലാളികൾ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, മറ്റ് സ്കീം അധിഷ്ഠിത തൊഴിലാളികൾ എന്നിവർക്ക് അർഹമായ അവകാശങ്ങൾ നൽകേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയായിരുന്നു കേന്ദ്ര തൊഴിൽ മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയ്ക്ക് ശിവൻകുട്ടി കത്തയച്ചത്. ആശാ വർക്കർമാരുടെ സമരത്തെ പിന്തുണയ്ക്കണമെന്ന കോൺഗ്രസ് നിലപാട് തള്ളിക്കൊണ്ട് ഇത് വെറും ഒരു സെൽഫി പോയിന്റ് സമരമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് INTUC സംഘടന. ആശാ സമരത്തിൽ INTUCയുടേത് കരിങ്കാലിപ്പണിയാണെന്നാണ് UDF കൺവീനർ MM ഹസൻ പറഞ്ഞത്. എന്നാൽ സമരം നടത്തുന്നത് SUCA ആണെന്നും അവിടെ എങ്ങനെ INTUC കയറി ചെല്ലും എന്നായിരുന്നു പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ്റെ ചോദ്യം. INTUC എന്ന കോൺഗ്രസ് തൊഴിലാളി സംഘടനയ്ക്ക് ആ സമരത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. കേരള സർക്കാരിനോടുള്ള അല്ലെങ്കിൽ പിണറായി വിജയനോടുള്ള വിരോധം തലക്ക് പിടിച്ച സതീശനും കൂട്ടർക്കും മാത്രം ഇപ്പോഴും ആ തിരിച്ചറിവ് വന്നിട്ടില്ല. ഈ സമരം എത്രയും വേഗം നിർത്തി പോകുന്നതായിരിക്കും ആശാ വർക്കർമാരുടെ ആരോഗ്യത്തിന് നല്ലത്. കാരണം ഇവരിൽ പലരും ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരാണ്. എരികേറ്റി സമരത്തിന് പറഞ്ഞുവിടാൻ സൂസി പോലുള്ള സംഘടനകൾ ഉണ്ടാകും. എന്നാൽ അതിൻ്റെ തലപ്പത്തുള്ള നേതാക്കളൊന്നും നിരാഹാരം ഇരിക്കാൻ വരികയുമില്ല. ഇതിലും കുറഞ്ഞ വേതനം വാങ്ങി മാന്യമായി തന്നെ ആയിരക്കണക്കിന് സ്ത്രീകൾ കേരളത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ശമ്പളത്തിൽ വർധന ആർക്കും ആവശ്യപ്പെടാം, അതിനായി സമരം ചെയ്യാം. പക്ഷേ ആവശ്യപ്പെടുന്ന ശമ്പളത്തിന് അനുസരിച്ച് കഠിനമായ അധ്വാനമാണ് ചെയ്യുന്നതെന്ന് പൊതുജനത്തിനും ബോധ്യപ്പെടണം. അല്ലാത്ത കാലത്തോളം ഇതൊരു പരിഹാസ്യമായ സമരം തന്നെയായിരിക്കും.